ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിനാർലോവിൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ കൊക്കോ പരിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തായിരിക്കുന്നത്. നമ്മളിന്ന് ചോക്ലേറ്റ് എങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം. ചൂടാക്കി വെച്ച ചട്ടിയിലേക്ക് നമ്മൾ കൊക്കോ പരിപ്പ്, ഉണങ്ങിയ കൊക്കോ പരിപ്പ് വറുത്തെടുക്കാൻ പോകാം കേട്ടോ. നല്ല രീതിയിൽ ഈ കടലയൊക്കെ വറക്കണമല്ലോ, വറുത്തെടുക്കാം. നമ്മുടെ കൊക്കോ പരിപ്പ് ചൂടായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ചൂടോടെ തന്നെ അതിൻ്റെ തൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം. എന്നാലും അതിൻ്റെ തോട് വിട്ട് പോകത്തുള്ളൂ. എന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ തോണ്ട് പൊളിച്ച് ബീ പരുവത്തില്ല. അപ്പോൾ നമുക്ക് മൊത്തം പരിപ്പും ഈ രീതിയിൽ മാറ്റിയെടുക്കാം കേട്ടോ. കൊക്കോയുടെ പരിപ്പ് മൊത്തം നമ്മൾ തൊലി പൊളിച്ച് എടുത്തേക്കാണ്. ഇനി നമുക്കിത് മിക്സിക്ക് അതിൽ പൊടിച്ചെടുക്കാം. പരിപ്പ് നമ്മളാണെങ്കിൽ പൊടിക്കാൻ വേണ്ടി മിക്സിയിലാക്കിയിട്ടുണ്ട്. നമുക്കിത് പൊടിച്ച് പൗഡറാക്കി എടുക്കാം. കൊക്കോ പേസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് ചൂടാക്കി കുറുക്കിയെടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ പാല് കുറുക്കിയെടുക്കുന്നതിനകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏലക്ക പൊടിച്ചിട്ടില്ല, ഏലക്ക നമ്മൾ അതിൻ്റെ കുരുവായിട്ടിട്ടുണ്ട് കേട്ടോ. പാലൊരു തിള വരുന്നോളം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കുറുക്കിയെടുക്കാം. 250 ഗ്രാം പഞ്ചസാര ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. 250 ഗ്രാം പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പാലും പഞ്ചസാരയും കൂടെ നല്ല രീതിയിൽ കുറുകുന്നോളം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാലും പഞ്ചസാരയും കുറുക്കി വെച്ച മിക്സിനകത്തേക്ക് നമ്മുടെ പൊടി ചോക്ലേറ്റ് കൊക്കോ പൗഡറിൻ്റെ ആ പൾപ്പ് ഇട്ട് നമ്മൾ ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കി നല്ല പരിവാക്കി എടുക്കണം. ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഫൈനൽ ആയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അപ്പോൾ സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇതുകളെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രീസർ വെച്ചിട്ട് ഇതൊന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാറുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ ആ ഐസ് ക്യൂബ് വെക്കുന്നതിന് പ്രത്യേക ഷേപ്പൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റാണിത്. പിള്ളേർക്കൊക്കെ നമുക്ക് ഒട്ടും പേടിക്കാതെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊക്കോ പരിപ്പുള്ള എല്ലാവരും നോക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്.